ശരിക്കും ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മളെല്ലാപ്പോഴും ഒന്നുപോലെ ഇരിക്കില്ല എന്ന് പറയുന്നത് പോലെ എപ്പോഴും നമ്മുടെ സ്കിൻ നന്നായിട്ടിരിക്കണം എന്നില്ലല്ലോ. ഇപ്പം വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലാണ് എൻ്റെ സ്കിൻ ഇരിക്കുന്നത് കേട്ടോ. സാരമില്ല, ഇടയ്ക്ക് വന്നൊരു ഹോർമോണൽ ചേഞ്ച് കാരണം എൻ്റെ ഈ പോർഷനിലൊക്കെ നല്ല രീതിക്ക് ആക്നീസ് ഒക്കെ വന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ടല്ല, ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു. കാരണം നമ്മുടെ സ്കിന്നിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള ആക്നെ ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബ്യൂട്ടി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുന്നത് പോലെ ഒന്നും കേൾക്കാതെ ആ ക്രീം ഈ ക്രീം ഒന്നും ഉപയോഗിക്കാതെ നിങ്ങൾ നേരെ ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം കേട്ടോ. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പണ്ടും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചാൽ എന്തായാലും മാറും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അൺകൺട്രോളബിൾ ആയിട്ടുള്ളൊരു ആക്നെ ബ്രേക്ക്ഔട്ട്സോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ സ്കിന്നിൽ ഇപ്പം ഭയങ്കര ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അത് വെച്ചുകൊണ്ടിരിക്കരുത്. മനസ്സിലായില്ലേ? നമുക്ക് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കാണിച്ച് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ എനിക്ക് ഇതുപോലുള്ള ബ്രേക്ക്ഔട്ട്സ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കാരണം എനിക്ക് തൈറോയിഡ് ഇഷ്യൂ ഉണ്ട്, എനിക്ക് PCOD ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് എനിക്കുണ്ട്. അപ്പോൾ അത് കാരണം എൻ്റെ സ്കിന്നിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാനത് വെച്ചുകൊണ്ടിരിക്കാറില്ല. ഞാൻ നല്ല ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണാറുണ്ട്, അതിനുള്ള ട്രീറ്റ്മെൻറ്റിനെ എടുക്കുക. ട്രീറ്റ്മെൻറ്റ് ഇൻ ദ സെൻസ് അവർ തരുന്ന മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെയല്ല അപ്പോൾ ഒരു മാജിക്കൽ ഒരു ഇതുപോലെ നമുക്ക് ഒരു രാത്രി കൊണ്ടത് മാറുക അതൊന്നും പോസിബിൾ അല്ല. അതിന് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളൊരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളത് ഫോളോ ചെയ്ത് നമ്മൾ ആ റൂട്ടീൻസ് എല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് ഡോക്ടർ പറയുന്ന പോലെ കേട്ടാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പം ഞാനിത് ഒരുപാട് എനിക്ക് തോന്നുന്നൊരു നിയർലി ഒരു 20-25 ഡേയ്സ് ആയിട്ടാണ് എൻ്റെ ആക്നീസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയത്. 2 വീക്സ് കഴിഞ്ഞു മാറി തുടങ്ങിയിട്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് സ്പോട്ട്സ് ഉണ്ട്, ആ സ്പോട്ട്സ് എല്ലാം പയ്യെ എനിക്ക് തന്നിരിക്കുന്ന ആ ഒരു മെഡിസിൻ വെച്ചിട്ട്. കാരണം ആ മെഡിസിൻ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് വന്നത് ചിലപ്പോൾ ഒരു ഹോർമോണൽ ഇഷ്യൂ ഉള്ളൊരു ആക്നെ ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന മെഡിസിൻ നിങ്ങളെ കാണിച്ചു തന്നിട്ട് അത് പിന്നെ കൂടുതൽ വഷളാവുള്ളൂ. അപ്പോൾ അത് കാരണം ആണ് ഞാൻ നിങ്ങൾക്ക് ആ മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുന്നതേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, മാറും. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി ഒരു മേക്കപ്പും ഇല്ലാതെ നോക്കുമ്പോൾ നമുക്കൊരു എന്നുള്ളൊരു ഫീലിംഗ് വരുമല്ലോ. പിന്നെ എനിക്ക് വെള്ളം കൂടി വളരെ കുറവായിരുന്നു ഈയിടെയായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈനെസ്സും ഒക്കെ സ്കിന്നിലും ലിപ്സിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇപ്പം നമ്മളെ സ്കിന്ന് എപ്പോഴും ഭയങ്കര നന്നായിട്ടിരിക്കണം, നമ്മൾ ഭയങ്കര 20s പോലെ നമ്മുടെ 30s എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ. അപ്പം അങ്ങനത്തെ ചെറിയ ചേഞ്ചസും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം വരുന്ന കുറച്ച് ചേഞ്ചസും ഒക്കെ ഇതിൽ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ക്വിക്ക് മേക്കപ്പാണ്. ഞാനിപ്പോൾ ഷോപ്പിൽ വീഡിയോ എടുക്കാനായിട്ട് വന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ മാത്രമല്ല ഞാൻ ഷോപ്പിൽ വരുന്നത്, എല്ലാ ദിവസവും ഞാൻ ഷോപ്പിൽ വരാറുണ്ട്. പക്ഷേ എന്നാലും ഇന്ന് എനിക്ക് വീഡിയോ എടുക്കുന്ന ദിവസമാണ്. ഓണത്തിൻ്റെ കളക്ഷൻസ് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോസിലൂടെ. അപ്പോൾ എനിക്ക് ചെറിയ ജലദോഷവും കൂടെ ഉണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് കേട്ടോ, അതുകൊണ്ട് സൗണ്ട് വല്ലാതിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ നൈക്കയെന്നൊരു ഇത് പെയ്ഡ് കൊളാബറേഷനൊന്നുമല്ല, നൈക്കയെന്നാണ് ഞാൻ എല്ലാ പ്രോഡക്ട്സും മേക്കപ്പ് ഐറ്റംസ് എല്ലാം മേടിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാകാറുണ്ടല്ലോ, ഇതൊരു പെയ്ഡ് കൊളാബൊന്നും അല്ല. പക്ഷേ നൈക്കയിൽ ഞാനൊരു കാജൽ ഞാൻ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് അത് ഇപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിലോട്ട് വരുന്ന ആ വഴിക്കാണ് ആ ഡെലിവറി ചേട്ടൻ എന്നെ കണ്ടതും വഴിയിൽ വെച്ച് എനിക്കിത് തന്നതും. അപ്പോൾ എൻ്റെ യൂഷ്വലി ഞാൻ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഇത് വരുന്ന സ്ഥിതിക്ക് നിങ്ങളെയും കൂടി ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നൈക്കയിൽ എന്തോ ഒരു സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എന്തൊക്കെയോ ഫ്രീ ഗിഫ്റ്റ്സും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതതിൻ്റെ ബില്ലാണ്. 1899 രൂപയുടെ പ്രോഡക്റ്റ്സാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഇതാണത്, നോക്കിക്കോളൂ. ഇതിപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഹ്യൂ ആംപ്ലിഫൈ ഐ കാജൽ കോൾ ലൈനർ, അതാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ എനിക്കിത് എന്തൊക്കെയോ ഫ്രീ ഗിഫ്റ്റ്സും ഒക്കെ ഉണ്ട്. ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ സാക്ഷി ഗിഫ്റ്റ്സ്, പിന്നെ ഇത് ഒലാപ്ലെക്സിൻ്റെ ഒരു നമ്പർ 4 ഒലാപ്ലെക്സിൻ്റെ ഒരു ബോണ്ട് മെയിൻ്റനൻസ് ഷാംപൂ, പിന്നെ എസ്റ്റേ ലോഡറിൻ്റെ ഒരെണ്ണം കിട്ടി. ഇതെല്ലാം സാക്ഷിയാണ്, റിയോ അതിൻ്റെ ഒരു
ഹെയർ ലോസ് കെയർ ഷാംപൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്സ് എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ഗിഫ്റ്റായിട്ട് കിട്ടി. ഓക്കെ, അത് ഞാൻ സൈഡിലോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നോക്കാം. ഇത് വലിയ സംഭവമൊന്നും അല്ല. അയ്യോ, ഇത് ബ്ലാക്ക് ഔട്ട് എന്നാണ് എൻ്റെ ഒരു ഷെയ്ഡ് നെയിം കേട്ടോ. ഞാൻ ബ്ലാക്ക് ഔട്ടായി. കൈയിൻ്റെ ഇവിടെ കറക്റ്റ് ഇവിടെ തന്നെ ഇടിച്ചല്ലേ. ഓക്കെ, ഇത് നല്ല ഉഗ്രം പാക്കിംഗ് ആണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഈ ഒരുപാട് അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ സ്പോൺസർഷിപ്പ് ഒന്നും അല്ല, ഞാൻ ഇപ്പോൾ കൊളാബ്സ് ഒന്നും എടുക്കാറില്ല. ഒരുപാട് കൊളാബറേഷൻസ് വരും, ഞാനിപ്പോൾ എടുക്കാറില്ല ഒന്നും. അപ്പോൾ ഇത് ഹ്യൂ ആംപ്ലിഫൈ ഐ ഷാഡോ ലൈനർ കൂൾ. ഇത് 3 കൂടെ ഒരുമിച്ച്, ഇത് സ്മഡ്ജറാണ്. അപ്പോൾ ഇത് 3 കൂടെ വരുന്ന രീതിക്ക് ഇതിൽ സ്മഡ്ജറും ഇതിൽ ഷാർപ്നറും ഉണ്ട്. ഓക്കെ, സ്മഡ്ജർ, ഷാർപ്നർ, പിന്നെ കോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇത് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നല്ല പാക്കിങ് കേട്ടോ, നല്ലൊരു ലക്സ് പാക്കിംഗ് ആണ് ഇതിൻ്റെ. അപ്പോൾ നമുക്കിത് ഇന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാനൊന്ന് വെള്ളം കുടിച്ചോട്ടെ. കൈയിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം സിപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കണ്ടിട്ടില്ലേ ഗേളീസൊക്കെ കൊണ്ടു നടക്കുന്ന പോലെ വെള്ളം സിപ്പ് ചെയ്യുന്ന കപ്പ്, അതൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം മോയ്സ്ചറൈസർ. ഇത് ടോണി മോളിയുടെ മോയ്സ്ചറൈസറാണ്, വാട്ടർമെലൺ മോയ്സ്ചറൈസർ. ഇത് മോയ്സ്ചറൈസർ എടുക്കുക, എന്നിട്ട് ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. കണ്ണിന് ചുറ്റും, കാരണം ഇടയ്ക്ക് വെച്ചിട്ട് വെള്ളം കുടിക്കാതെ ഭയങ്കര ഡ്രൈനെസ്സോടെ കൂടി എൻ്റെ ഫേസിൽ ഈ ഒരു പോർഷനിലൊക്കെ തൊലി പോയി തുടങ്ങി. ഇവിടെയും ഇവിടെയൊക്കെ തൊലി ഇളകി തുടങ്ങി. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. ഓക്കെ, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി ഓഫ് ജോസോണിൻ്റെ സൺസ്ക്രീനാണ്. യൂസ് ചെയ്ത് ഏകദേശം ഇത്രയായി. അപ്പോൾ ഇത് സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്യുന്നു. പക്ഷേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് എനിക്കറിയില്ല എത്ര പേര് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് നമ്മുടെ അണ്ടർ ഐ ഏരിയയിൽ സൺസ്ക്രീൻ ഒരുപാട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഫിനെസ് പോലെ ഇരിക്കും കേട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ അണ്ടർ ഐ ഏരിയയിൽ അങ്ങനെ ഒരുപാടിട്ട് അപ്ലൈ ചെയ്യാറില്ല. ഇതൊന്ന് സെറ്റിൽ ഡൗൺ ആവാൻ ഒരു 10 സെക്കൻഡ് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ മേക്കപ്പ് വീഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആക്ച്വലി നമ്മുടെ ഈ ഷൂട്ട് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ എല്ലാ പ്രാവശ്യവും ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇത്രയും മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് പോകാറില്ല. നമുക്ക് നോർമലി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഞാൻ കൂടുതലും കൺസീലറോ ഫൗണ്ടേഷനോ അങ്ങനെ ഇടാറില്ല. ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ കൺസീലർ ഒന്ന് അപ്ലൈ ചെയ്യും. അല്ലാതെ ഞാൻ ഒരുപാട് ഫൗണ്ടേഷനൊന്നും അപ്ലൈ ചെയ്യാറില്ല. അങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷേ എനിക്ക് അത്രയും മെനക്കെടാൻ വയ്യ, അത് കാരണമാണ്. അപ്പോൾ ഇത് ഞാൻ ഹുഡ ബ്യൂട്ടിയുടെ ഈസി ബ്ലർ ഫൗണ്ടേഷനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം. എന്നിട്ട് ഒരു ഡ്രോപ്പ്, കണ്ടല്ലോ ഞാൻ എത്ര എടുത്തു എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. 1 ഡ്രോപ്പ് ഫൗണ്ടേഷൻ എടുത്തു. എൻ്റെ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചായ് 210B, അതാണ് എൻ്റെ ഷെയ്ഡ് നമ്പർ കേട്ടോ. ചായ് എനിക്കും നമ്മുടെ ഇന്ത്യൻ സ്കിന്നിനെല്ലാം കൂടുതലും ചായ അതൊക്കെ തന്നെയാണ്. ലാറ്റെ ചായ. ഓക്കെ, ഇതൊന്ന് അപ്ലൈ ചെയ്തു. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ മാക്കിൻ്റെ ഫിക്സ് പ്ലസ് പ്രൈം ഫിക്സിംഗ് സ്പ്രേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒരു ഫ്ലാറ്റ് ടോപ്പ് ബ്രഷ് യൂസ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ബേസായിട്ട് മാത്രം, ഒരു ചെറിയൊരു ബേസായിട്ട് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊരു പീച്ച് കളർ കറക്റ്ററാണ്. ഈ പീച്ച് കളർ കറക്റ്റർ ജസ്റ്റ് ഈ ഒരു പോർഷനിൽ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട്
ഫിംഗർ ടിപ്പ് കൊണ്ട് തന്നെ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇച്ചിരിയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യണേ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ബ്രഷൊന്നും എടുത്തില്ല, അത് കാരണം ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് ശേഷം ഞാനൊരു കൺസീലർ യൂസ് ചെയ്യുകയാണ്. ഇത് മാക്കിൻ്റെ പഴയ പോട്ട് കൺസീലറാണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ചിട്ട് തന്നെ ഒരു 2 വർഷത്തിൽ കൂടുതലാവുന്നു. അപ്പോൾ ഈ പോട്ട് കൺസീലർ ഇത് NC35. ഇത് ഞാൻ എവിടെയൊക്കെ പീച്ച് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തോ അതിൻ്റെ പുറത്തായിട്ട് ഞാനിതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ നമ്മൾ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നല്ല രീതിക്കാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇച്ചിരി സമയം നമ്മൾ മെനക്കെട്ട് ഫിംഗർ ടിപ്പ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്താലേ അത് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു നമുക്കൊരു ബ്രഷിൻ്റെ ആവശ്യം വരുന്നേക്കാം. ബ്രഷ് അല്ലെങ്കിൽ ഒരു സ്പഞ്ച്, ബ്ലെൻഡിങ് ഒരു സ്പഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നല്ലതാണേ. യെസ്. ഇനി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എൻ്റെ ബ്ലഷ്, പിക്സിയുടെ ബ്ലഷ്. ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ എന്താ പറയുക, എഴുതിയിരിക്കുന്നതെല്ലാം മാഞ്ഞു പോയി കേട്ടോ. എൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് ഫേസ് ആയത് കാരണം ഞാൻ ഇച്ചിരി കൂടെ എൻ്റെ ഈ ഒരു ചീക്സിൻ്റെ കംപ്ലീറ്റ് ഈ പോർഷനിലും കൂടെ ആയിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ എപ്പോഴും നോക്കുക. അതായിരിക്കും എനിക്ക് കൂടുതലും സ്യൂട്ടബിൾ ആവുക കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലഷൊക്കെ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും നമുക്കങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ബ്ലഷൊക്കെ ഇടുമ്പോൾ ഇച്ചിരി കൂടെ ഒരു നല്ലൊരു സൺ കിസ്ഡ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പുതിയ ഈ ഒരു കോൾ ലൈനർ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി ഒന്ന് ബ്ലാക്കാണ്, ഒന്നൊരു ബർഗണ്ടി, ഒരു പ്ലം ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇന്നിപ്പോൾ ലൈനൊന്നും ചെയ്യണ്ട, നമുക്കൊരു പ്ലം ഐ ഷാഡോ എഫക്റ്റ് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് മസ്കാര അപ്ലൈ ചെയ്ത് വിടാം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കൊള്ളാം. ബ്ലെൻഡർ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ആക്ച്വലി നന്നായിട്ടുണ്ട്, ഭയങ്കര എളുപ്പമായിട്ടുണ്ട്. കാരണം നമുക്ക് ആക്ച്വലി ഇതൊക്കെ ഇടാൻ, ഈ ലൈനർ വരയ്ക്കാനൊക്കെ ഇച്ചിരി ഒരു ടഫായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് വളരെ എളുപ്പമാണ്. നന്നായിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നല്ല ഷെയ്ഡ് ആക്ച്വലി. കുറച്ച് താഴത്തോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടുണ്ട് ആക്ച്വലി, നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസ്കാര ഞാൻ ഈ ഹുദയുടെ മസ്കാരയാണ് കേട്ടോ. ഹുദ 1 കോട്ട് വാവ് മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. മതി, ഇത് മാത്രം മതി. ഐ മേക്കപ്പ് കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു. ഇനി ഞാൻ ലൊറിയാൽ പാരിസിൻ്റെ ഐബ്രോ എൻഹാൻസർ, അത് ഐബ്രോ ട്രയാങ്കുലർ പെൻസിൽ, ഫില്ലിംഗ് പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ നോക്കി പറയുന്നത് അതിൻ്റെ എക്സാക്റ്റ് നെയിം എന്താണെന്ന് നോക്കി പറയുകയാണ് കേട്ടോ. ഒരുപാട് ബ്രാൻഡ്, ഒരുപാട് പ്രോഡക്റ്റ് വേരിയൻസ് ഉണ്ടല്ലോ, അത് കാരണമാണ് അതിൻ്റെ കറക്റ്റ് എക്സാക്ട്ലി പേര് പറഞ്ഞത്. ഐബ്രോ ഫില്ല് ചെയ്യാം. വർഷങ്ങളായി ഞാൻ ത്രെഡ് ചെയ്തിട്ട്. ആക്ച്വലി ഞാൻ സ്വന്തമായിട്ടാണ് ഇപ്പോൾ ഐബ്രോ ഷേപ്പ് ചെയ്യാറ്. സ്വന്തമായിട്ട് ഐബ്രോ റേസർ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യും.
എന്നിട്ട് എക്സ്ട്രാസ് ഞാൻ സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്യും. അല്ലാതെ ഇപ്പോൾ ഞാൻ അങ്ങനെ പുറത്ത് പോയി ത്രെഡ് ചെയ്യുന്ന ഒന്നുമില്ല. ഇനി ഞാൻ എൻ്റെ സ്ഥിരം യൂസ് ചെയ്യുന്ന എൻ്റെ മാക് മഹോഗണിയുടെ ലിപ്പ് ലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് ലൈൻ ചെയ്തു. ഇനി ഇത് എസ്റ്റേ ലോഡറിൻ്റെ റെബല്ലിയസ് റോസ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ലൈനർ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുക. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന മേക്കപ്പിനെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ എസ്റ്റേ ലോഡറിൻ്റെ സെറ്റിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് 3W1 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. സെറ്റിംഗ് പൗഡർ എടുക്കുക. ഞാൻ എൻ്റെ ബ്ലഷ് അപ്ലൈ ചെയ്ത സ്ഥലത്ത് അപ്ലൈ ചെയ്യില്ല. ഞാൻ ഈ താഴത്തെ ഈ പോർഷനിലും പിന്നെ നെറ്റിയുടെ ആ പോർഷനിലും അപ്ലൈ ചെയ്ത് വെക്കും. ഈ നോസിൻ്റെ സൈഡിലും എന്നിട്ട് നെക്കിലോട്ടൊന്ന് കൂടെ ചെയ്തെടുക്കും. ഇതൊരു ഡബിൾ വെയർ പൗഡറാണ് കേട്ടോ, സെറ്റിംഗ് പൗഡറാണ്. ഡബിൾ വെയർ എന്ന് പറയുമ്പോൾ ഒരു കൺസീലറിൻ്റെ ഒരു എഫക്റ്റും കൂടെ കിട്ടുന്ന ഒരു പൗഡറാണ്. ഇനി സെറ്റിംഗ് സ്പ്രേ, എൻ്റെ സ്ഥിരം യൂസ് ചെയ്യുന്ന മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ എന്ന് യൂസ് ചെയ്യുന്നു. മേക്കപ്പ് കഴിഞ്ഞു നോക്കിക്കോളൂ. ഞാൻ മുമ്പ് എങ്ങനെ ഇരുന്നു, അതിന് ശേഷം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഞാനൊന്ന് പോയി വേഗം ഡ്രസ്സും കൂടെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഡ്രസ്സും കൂടെ ഇട്ടിട്ട് വരാം. എന്നിട്ട് നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എൻ്റെ വേഷം മാറി വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ പൊന്നോണത്തുമ്പി കളക്ഷൻ, ദാറ്റ് ഈസ് ലേബൽ അനുരാധ നായറിൻ്റെ ഓണം എഡിഷൻ 2026 പൊന്നോണത്തുമ്പി. അതാണ് ഈ ഒരു മോട്ടീവ് കേട്ടോ. അപ്പോൾ ഈ മോട്ടീവ് നമ്മൾ ഇവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ്. ഇവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുത്തൊരു മോട്ടീവാണ് കേട്ടോ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്ന മോട്ടീവാണ്. അപ്പോൾ ഈ ഒരു ഇതൊരു കഫ്താൻ കോട്ട്സ് ആണ്. ബോട്ടം ഉണ്ട്, 3 പീസ് സെറ്റാണ്. ഇന്നർ വരുന്നുണ്ട്, ബോട്ടം ഉണ്ട്, പിന്നെ കഫ്താനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഒരു ക്ലോസ് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഡീറ്റെയിലിംഗ് നെക്ക് ലൈനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ പൈപ്പിംഗ് എല്ലാം സൈഡിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഫിനിഷിംഗ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോട്ടീവ് ഇത് ഇപ്പോൾ ഒരു സൈഡ് ലൈൻ പോലെ ഇങ്ങനെ വരുന്നൊരു മോട്ടീവാണ്. അതുകൂടാതെ ചെസ്റ്റ് പോർഷനിൽ 7 മോട്ടീവ് വരുന്നതും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം കംപ്ലീറ്റ് റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേബൽ അനുരാധ നായരുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം ചാനലും ഒക്കെ വിസിറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും നമ്മുടെ ലേബലിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മേക്കപ്പ് വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.